എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗത്തിൽ പഠിച്ച രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് ഡെഫിനിഷൻ ഓഫ് വിൻഡ്. വിൻഡ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. അതായത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. പിന്നെ വിൻഡിന് ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് പേർ നൽകുന്നത്. എക്സാമ്പിൾ, വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വിൻഡിനെ വെസ്റ്റേൺ വിൻഡ് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം കോറിയോലിസിസ് ഫോഴ്സ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോറിയോലിസിസ് ഫോഴ്സ് കാരണം വിൻഡ് റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ കോറിയോലിസിസ് ഫോഴ്സ് കാരണം വിൻഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പുതിയ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് പ്ലാനറ്ററി വിൻഡ്സ്. ദ വിൻഡ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ക്യാൻ ബി generally called as planetary winds. The different planetary winds are trade winds, westerlies and polar easterlies. കഴിഞ്ഞ പാർട്ടിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന വിൻഡിനെയാണ് പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത്. ദ ഡിഫറെൻറ്റ് പ്ലാനറ്ററി വിൻഡ്സ് ആർ ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലൈസ് ആൻഡ് പോളാർ ഈസ്റ്റർലൈസ്. First one, trade winds. From the subtropical high pressure belts, the winds blow continuously towards the equatorial low pressure belt in both hemispheres. These are known as trade winds. Winds from the subtropical high pressure belt to equatorial low pressure belt in both hemispheres are called trade winds. Trade winds can be classified into two: northeast trade winds and സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻഡിനെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. ട്രേഡ് വിൻഡ്സ് ബ്ലോ ഫ്രം ദി നോർത്ത് ഈസ്റ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആർ നോൺ ആസ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ട്രേഡ് വിൻഡ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നായതുകൊണ്ട് അത്തരം ട്രേഡ് വിൻഡിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് വിളിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. ട്രേഡ് വിൻഡ്സ് ബ്ലോ ഫ്രം ദി സൗത്ത് ഈസ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ആർ നോൺ ആസ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. സദേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻഡിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. The equatorial low pressure zone where the trade winds from both the hemispheres converge is known as the intertropical convergence zone or ITCZ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോണിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും കൺവേർജ് ചെയ്യുന്നു. ആ സോണിനെ പറയുന്ന പേരാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. The second planetary wind is westerlies. Winds blow continuously from the subtropical high pressure zones to subpolar low pressure zones. As the direction of these winds is mostly from the west, so they are known as the westerlies. The westerlies are stronger in the southern hemisphere than in the northern hemisphere. This is due to the vast expanse of oceans in the southern hemisphere. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും സബ്പോളാർ ലോ പ്രഷർ ഏരിയയിലേക്കുള്ള വിൻഡിനെയാണ് വെസ്റ്റർലൈസ് എന്ന് വിളിക്കുന്നത്. വെസ്റ്റർലൈസ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്. കാരണം കൂടുതലായി ഓഷ്യൻസ് കാണപ്പെടുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്. വെസ്റ്റർലൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. ദ ആൻഷ്യന്റ് മറൈനേഴ്സ് ഹാഡ് ഗിവൺ ഡിഫറെന്റ് നെയിംസ് ടു ദി റഫ് വെസ്റ്റർലൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ, such as roaring 40s, furious 50s and shrieking 60s. 40 degree latitudes in roaring 40s എന്നും 50 degree latitudes in furious 50s എന്നും 60 degree latitudes in shrieking 60s എന്നും പറയുന്നു. The third planetary wind is polar easterlies. The polar easterlies are the cold winds that blow from the polar high pressure area to the subpolar low pressure area.
These winds blow from the east in both the hemispheres due to the Coriolis force. Hence, these are known as the polar easterlies. പോളാർ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ഏരിയയിലേക്കുള്ള തണുത്ത വിൻഡിനെയാണ് പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറയുന്നത്. The next topic is periodic winds. Periodic winds are winds that repeat at regular intervals of time and can be seasonal or diurnal. Monsoon winds are example for seasonal winds. റെഗുലർ ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്ന വിൻഡിനെയാണ് പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്നത്. പീരിയോഡിക് വിൻഡിന് എക്സാമ്പിളാണ് മൺസൂൺ വിൻഡ്. Monsoon. The term monsoon is derived from the Arab word mawsam. It means winds that change direction in accordance with the season. Monsoon is the seasonal reversal of wind in a year. സീസൺ അനുസരിച്ച് ഡയറക്ഷൻ മാറുന്ന വിൻഡിനെയാണ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, the factors responsible for the formation of monsoon. They are the apparent movement of the sun, Coriolis force, differences in heating. We have studied these topics earlier. First one, southwest monsoon wind. The southeast trade winds cross the equator and moves towards the north as the intertropical convergence zone moves northwards during the summer in the northern hemisphere. As the trade winds cross the equator, they get deflected and are transformed into southwest monsoon winds due to the Coriolis effect. ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് കോറിയോലിസ് ഇഫക്റ്റ് കാരണം ഡിഫ്ലക്റ്റ് ചെയ്യുകയും അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറുകയും ചെയ്യുന്നു. ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്യുകയും കോറിയോലിസിസ് ഇഫക്റ്റ് കാരണം റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറുന്നു. ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്നായതുകൊണ്ടാണ് അതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് വിളിക്കുന്നത്. Second one is northeast monsoon winds. As a result of the formation of high pressure zones over the Asian landmass and low pressure zones over the Indian Ocean during winter, the northeast trade winds get strengthened. These are the northeast monsoon winds. ഏഷ്യൻ ലാൻഡ് ഹൈ പ്രഷർ ഏരിയയും ഇന്ത്യൻ ഓഷ്യൻ ലോ പ്രഷർ ഏരിയയും ആവുമ്പോൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ഇതിനെയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് വിൻഡ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് അറിയപ്പെടുന്നത്. The next topic is sea breeze. The air in contact with the land also gets heated up and ascends as the land heats up quickly during the daytime. This leads to the formation of low pressure over the land, which causes the comparatively cooler air to blow from the sea. This is known as the sea breeze. The wind blows from sea to land during daytime is called sea breeze. പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും കടൽ സാവധാനത്തിൽ ചൂടാവുകയും ചെയ്യുന്നു. ആ സമയത്ത് കരയ്ക്ക് മുകളിൽ ലോ പ്രഷറും കടലിന് മുകളിൽ ഹൈ പ്രഷറും ഉണ്ടാവുന്നു. ആ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കുള്ള കാറ്റിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കുള്ള കാറ്റിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലാൻഡ് ബ്രീസ്. As the land cools faster than the sea during the night, it would be high pressure over the land and low pressure over the sea.
This results in the movement of air from the land to sea. This is the land breeze. The movement of air from land to sea during night is called land breeze. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്കുള്ള കാറ്റിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാലി ബ്രീസ്. During the daytime, the air above the mountains gets heated and rises up. As a result, the wind blows up slope from the valley with relatively lower temperature. This is known as valley breeze. During daytime, the movement of air from valley to mountain is called valley breeze. The movement of air from valley to mountain during daytime is called valley breeze. Next topic is mountain breeze. During night, the air in the mountainous regions cools due to the intense cold conditions in that region. As cool air is dense, it blows towards the valley. This is known as mountain breeze. During night, the cold air blows from mountains to valley is known as mountain breeze. During night, the cold air blows from mountains to valley is known as mountain breeze. Next topic is local winds. Local winds are winds whose effects are limited to a relatively smaller area. Formed as a result of the local pressure differences, these winds are weak. Lu, mango showers and Kalbaishagi are the local winds experienced in India. Chinook, Harmattan and Fun are some of the local winds in other parts of the world. Local pressure differences കാരണം കുറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന വിൻഡിനെയാണ് ലോക്കൽ വിൻഡ്സ് എന്ന് പറയപ്പെടുന്നത്. മാംഗോ ഷവർ, കാൽബൈശാഖി, ലു എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ലോക്കൽ വിൻഡ്സ് ആണ്. ഹർമാറ്റൻ, ഫോൻ, ചിനൂക്ക് എന്നിവ ലോകത്ത് മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ലോക്കൽ വിൻഡാണ്. ചിനൂക്ക്. Chinook is a hot local wind that blows down the eastern slope of the Rocky Mountains in North America. As a result of these winds, the snow along the eastern slopes of the Rocky melts down. The term Chinook means snow eater. This wind reduces the severity of the cold. It is helpful for wheat cultivation in the Canadian lowlands. Once more, Chinook is a hot local wind. It blows down the eastern slopes of the Rocky Mountains in North America. The snow along the eastern slopes of the Rocky melts down. The term Chinook means snow eater. This wind reduces the severity of the cold. It is helpful for wheat cultivation in the Canadian lowlands. Next local wind is Fun. Fun is the wind that blows down the northern slopes of the Alps mountain. As the air heats up due to the pressure from the descent, it helps in reducing the severity of cold in that region. Fun is the local wind that blows down the northern slopes of the Alps mountain. Next local wind is Harmattan. Harmattan is a dry wind which blows from the Sahara Desert towards West Africa. On the arrival of these winds, the humid and sultry conditions of West Africa improve significantly. Hence, people call these winds as the doctor. Harmattan is a local dry wind which blows from Sahara Desert to West Africa. It is called doctor. Next local wind is Lu. Lu is another hot wind blowing in the North Indian plain. These winds blowing from the Rajasthan desert raise the summer temperature of the North Indian plains. Lu is another hot local wind blowing from Rajasthan desert to North Indian plains. Next local wind in India is mango showers.
The wind that blow in South India during the summer season are called mango showers. These wind cause the ripening and fall of mangoes and hence the name. The wind that blow in South India during summer season. This wind cause the ripening and fall of mangoes. So this wind is called mango showers. Next topic is variable winds. Variable winds are winds with entirely different characteristics formed during certain atmospheric situations. Cyclones and anticyclones are variable winds. There are two types of variable winds. They are cyclones and anticyclones. First one, cyclones. Cyclones are caused by the formation of low atmospheric pressure at the center surrounded by high pressure regions. Due to Coriolis effect, winds flow in the anti-clockwise direction in the northern hemisphere and clockwise direction in the southern hemisphere. Based on the climatic region of their formation, cyclones can be classified as tropical cyclones and temperate cyclones. സെൻട്രലിലുള്ള ലോ പ്രഷർ ഏരിയയിലേക്ക് ചുറ്റുപാടുമുള്ള ഹൈ പ്രഷർ ഏരിയയിൽ നിന്നുള്ള കാറ്റിനെയാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോറിയോലിസ് ഇഫക്റ്റ് കാരണം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും സൈക്ലോൺസ് ഉണ്ടാവുക. ക്ലൈമാറ്റിക് റീജിയൻ്റെ അടിസ്ഥാനത്തിൽ സൈക്ലോൺസിനെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നും ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. കോറിയോലിസ് ഇഫക്റ്റ് കാരണം സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും. സെക്കൻഡ് വൺ ഈസ് ആൻറ്റിസൈക്ലോൺസ്. Anticyclones are phenomena where strong whirlwinds blow from the high pressure centers to the surrounding low pressure areas. Due to the Coriolis effect, the pattern of winds in anticyclones is clockwise in the northern hemisphere and anti-clockwise in the southern hemisphere. സെൻട്രലിലുള്ള ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ചുറ്റുപാടുമുള്ള ലോ പ്രഷർ ഏരിയയിലേക്കുള്ള വിൻഡിനെയാണ് ആൻറ്റിസൈക്ലോൺസ് എന്ന് പറയുന്നത്. കോറിയോലിസ് ഇഫക്റ്റ് കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും ആൻറ്റിസൈക്ലോണുകൾ. Due to Coriolis effect, the pattern of winds in anticyclones is clockwise in the northern hemisphere and anti-clockwise in the southern hemisphere. എല്ലാ ടോപ്പിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.